അവർ അദൃശ്യജ്ഞാനികളാണെന്നുള്ള വിശ്വാസം ശരിയല്ല. അവരെന്ന് പറഞ്ഞാൽ ആര്? ഈ പ്രവാചകന്മാർ. അവർക്കൊന്നും അദൃശ്യം അറിയില്ലല്ലേ? അത് ഞാൻ ചോദിച്ചോട്ടെന്നാ കഴിഞ്ഞില്ലേ? അതെ, അതിന് മറുപടി പറയണം. അപ്പോഴേ ഷാഫിക്ക് മലയാളത്തിലല്ല അത് ഞാൻ പറയണത്, അത് കായംകുളം ഹസനീന്നല്ല ഇനി ഇറങ്ങല്, അത് ഇമാമികൾ എഴുതിയതാ ഷാഫിക്ക്. അപ്പൊ നിന്റെ ചോദ്യം നിങ്ങൾക്ക് വേഗം വിഷയം തെളിയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വിഷയം തീരുമാനാക്കും. അതെന്താ? അപ്പൊ അവർക്ക് അദൃശ്യം അറിയില്ല. ഒറ്റ കാര്യം, കൂടുതലൊന്നും പറയുന്നില്ല, വേഗം തിരിയാ ഒരു കാര്യം. ഈ മലക്ക് എന്ന് പറയുന്നത് ദൃശ്യാണോ അദൃശ്യാണോ? വേഗം പറഞ്ഞാണ്. അദൃശ്യം നമുക്കൊന്നും കാണാൻ കഴിയില്ല. അപ്പൊ ഇൽമിന്റെ മജ്‌ലിസിൽ മലക്കുകളുണ്ട്. ഖാല റസൂലുള്ളാഹി. നമ്മളാരും മലക്കുകൾ അവിടെ കാണുന്നില്ല. പള്ളികളിൽ മലക്കുകളുണ്ട്. ഖാല റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ഖുതുബ ഓതുമ്പോൾ മലക്കുകൾ നേരത്തെ തന്നെ വന്നിരിക്കും. വരുന്ന ആദ്യം വരുന്നവരുടെ ലിസ്റ്റ് ഇങ്ങനെ ലിസ്റ്റാക്കും. അങ്ങനെ ആദ്യം വരുന്നവർക്ക് ഒട്ടകം, പിന്നെ വരുന്നവർക്ക് പശു, പിന്നെ വരുന്നവർക്ക് ആട്, പിന്നെ വരുന്നവർക്ക് കോഴി, ഇങ്ങനെ കൂലി കുറഞ്ഞു വരും. വൈകും തോറുന്നൊക്കെ ഉണ്ട്. ഖുതുബ തുടങ്ങിയാലോ തവവും സുഹുഫവും മലക്കുകൾ അവരെ ഏടും പൂട്ടിയിട്ട് ഒരു ഖുതുബ കേൾക്കാനിരിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. മലക്കുകൾ പള്ളിയിലുണ്ട്. നമ്മൾ ആരെങ്കിലും മലക്കുകളെ കണ്ടിട്ടുണ്ടോ? പോക്കാൻ പൂച്ചനെ കണ്ടിട്ടുണ്ടോ? അതല്ല ഞാൻ ചോദിക്കണം. മലക്കുകളെ കണ്ടിട്ടുണ്ടോ? മലക്കുകളെ കണ്ടിട്ടില്ല. അപ്പൊ മലക്കുണ്ട് എന്ന് ഉറപ്പാണ്, നമുക്ക് കാണാൻ കഴിയണില്ല. അമ്പിയാക്കന്മാരായ ആളുകൾ മലക്കിനെ കാണുന്നുണ്ടോ ഇല്ലേ? നമ്മൾ മൈക്കിൽ പറയും. കണ്ടിട്ടുണ്ട്, കാണുന്നുമുണ്ട് അല്ലേ? ശരി, മലക്കാണെങ്കിൽ അദൃശ്യമാണ്. മലക്കാണെങ്കിൽ എന്താണ്? അദൃശ്യാണ്. അപ്പൊ അദൃശ്യം അമ്പിയാക്കൾക്ക് അറിയുന്നു എല്ലാന്ന് പറയല്. അദൃശ്യം അമ്പിയാക്കൾക്ക് അറിയുന്ന ഇപ്പൊ നിങ്ങൾ സമ്മതിച്ചു, അത് കഴിഞ്ഞു. മനുഷ്യരൂപത്തിലല്ലേ വന്നത് പ്രവാചകന്മാരുടെ അടുത്ത്? അല്ലല്ല, ഒക്കെ മനുഷ്യരെ കൊലത്ത് ഇബ്രാഹിം നബിയുടെ അടുത്ത് മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഇവിടെ വർത്താനില്ല. അതിപ്പോ ഓല് മാത്രമല്ല, നമ്മളും കാണും. അതിന് അമ്പിയാ വനിക്കോളൊന്നുമില്ല. മനുഷ്യന്റെ കോലത്തിൽ വന്നാൽ ഞാനും കാണും, നിങ്ങളും കാണും. നമ്മളെ ചർച്ച അതല്ല. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. സമയം കളയേണ്ടെന്ന് ഇരുന്നിട്ടാണ്. ആയിഷ ബീവിയുടെ അരികിൽ വരുന്നു. ആയിഷ ബീവിയോട് റസൂൽ പറയുന്നു, ആയിഷ ഹാദാ ജിബ്രീൽ, ഇത് ജിബ്രീലാണ്. യഖറഉ അലൈക്കി സലാം, നിനക്കിതാ ജിബ്രീൽ സലാം പറയുന്നു. ആയിഷ ബീവി ഇങ്ങനെ നോക്കുക, എവിടെ ജിബ്രീലിനെ കാണാനില്ല. അപ്പൊ എന്താ ആയിഷ ബീവി കാണുന്നില്ല? മനുഷ്യനല്ല എന്നർത്ഥം. ജിബ്രീൽ മലക്കായിട്ട് വരുന്നു. റസൂലുള്ള കാണുന്നു, സലാം പറയുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അല്ല, ആയിഷ ബീവി ജിബ്രീലിന് സലാം മടക്കുന്നു അലൈഹിസ്സലാം. അപ്പൊ മലക്ക് മനുഷ്യന്റെ കോലത്തിലല്ലാതെ വരുന്നു. 100 സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്. അതിന്റെ പ്രവാചകന്മാർ കാണുന്നില്ലേ? കാണുന്നുണ്ട്. മലക്കാണെങ്കിൽ അദൃശ്യമല്ലേ? അദൃശ്യമാണ്. അപ്പൊ പ്രവാചകന്മാർ അദൃശ്യം അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടുണ്ട്. അദൃശ്യം എന്നറിയില്ല. ഇവിടെ എന്തോ ഒരു സാധനം തപ്പിയൊക്കെ എന്താ ഇവിടെ ഏതെങ്കിലും ഒരു നബിക്ക് അങ്ങനെ അനുഭവപ്പെട്ടോ? എന്തോ ഒരു തപ്പ് സാധനം ഇവിടെ വന്നിട്ട് എന്താന്ന് എനിക്ക് പിടുത്തം കിട്ടണില്ല. പടച്ചോനെ തമ്പുരാണ്, എന്താ ഒരു സാധനം തപ്പട അങ്ങനെ വന്നിട്ടുണ്ട്, എന്താപ്പത്? അങ്ങനെ ഒരു നബി പറഞ്ഞിട്ടില്ല. ആ വന്ന മലക്കിനെ വഅലൈക്കുമുസ്സലാം വഹയോണ്ട് വന്നതാ. വഴി ഉൾക്കൊള്ളുന്നു, കാണുന്നു, കേൾക്കുന്നു, പറയുന്നു, ഉൾക്കൊള്ളുന്നു. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞില്ല. എന്തേ? നമ്മൾ സാധാരണക്കാരാണ്. നബിമാരോ അസാധാരണക്കാരാണ്. അവർക്ക് അദൃശ്യമറിയും, അസാധാരണമറിയും, ഗൈബറിയും. ഇത് മാത്രം പോലെ തെളിവ്. വേറെയുള്ള തെളിവുകൾ 100 പറയാറുണ്ട്. ഒറ്റൊന്ന് മാത്രം മതി. ഈ മുജാഹിദുകൾ, ജമാഅത്ത്, തബ്ലീഗ് പറയുന്ന വാദം പൊള്ളയായ വാദമാണ് എന്ന് തെളിയിക്കാൻ. വേറൊരാൾ കൂടി ചോദിക്കാൻ വന്നിട്ടുണ്ട്. ആൾ കൂടി മൈക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കും. ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ലാ യഅലമുൽ ഗൈബ, ഗൈബിനെ അദൃശ്യ ജ്ഞാനത്തെ അറിയൂല. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായും നിരുപാധികമായും അല്ലാഹു അല്ലാതെ അറിയില്ല. പിന്നെയോ അല്ലാഹു അറിയിച്ചു കൊടുത്തവരും അല്ലാഹു കഴിവ് കൊടുത്തവരുമായ ആളുകൾക്ക് അദൃശ്യമറിയാൻ കഴിയും. അവർക്ക് അദൃശ്യം അറിയും. അതാണ് അതിന്റെ അർത്ഥം. അത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? فلا يظهر على غيبه أحدا إلا من ارتضى. അള്ളാഹു അവന്റെ അദൃശ്യത്തിന്റെ മേൽ ആരെയും അറിയിച്ചു കൊടുക്കൂല. ഇല്ലാ മൻ ഇർതദാ, അള്ളാഹു തൃപ്തിപ്പെട്ടവർക്കൊഴിച്ച്. അപ്പൊ അള്ളാഹ് തൃപ്തിപ്പെട്ട ആളുകൾക്ക് അള്ളാഹ് അറിയിച്ചു കൊടുക്കും. മിൻ റസൂലിൻ, ഒന്നതാരാണ്? റസൂലാണ്. അതുപോലെ നബിയാണ്, മറ്റ് വലിയാണ്, പലർക്കും അറിയിച്ചു കൊടുക്കും എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഗൈബ് മഹാത്മാക്കൾക്ക് അറിയില്ല എന്ന് പറയുന്നത് വിദണ്ഡവാദമാണ്. അത് ഖുർആൻ പഠിക്കാത്ത കുഴപ്പമാകുന്നു. അസ്സലാമു അലൈക്കും. ഇതുവരെയും നടന്ന ചർച്ച അല്ലാഹു തആല പോലെ നമ്മൾ ചോദിക്കപ്പെടുന്നവർക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിച്ച് ചോദിച്ചാൽ മാത്രമാണ് ശിർക്കാകുന്നത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നത് എന്നാണ്. എന്നാൽ അൽ-ഇഅ്ലാം ബി ഖവാത്തിഉൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു, സുന്നികൾ പ്രത്യേകിച്ച് ഷാഫികൾ കൂടുതലായി അംഗീകരിക്കുന്ന പണ്ഡിതൻ, അദ്ദേഹം പറയുന്നു, ജഅല ബൈനഹു
വബൈനല്ലാഹി വസായിത്ത, അള്ളാഹുവിൻ്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള വസീലയാക്കൽ, മധ്യവർത്തിയാക്കൽ, അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമായി അദ്ദേഹം എണ്ണുന്നു. അതിൻ്റെ വിശദീകരണത്തിൽ ഇമാം ഖുർദി തൻ്റെ ഫത്താവൽ ഖുർദിയിലും ഫത്താവൽ ഖുർദിയുടെ നക്കലായി ബിഗയയിലും പറയുന്നു, അങ്ങനെ അള്ളാഹുവിനെ പോലെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലാണ് ഷിർക്കാകൽ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ. എന്നാൽ അങ്ങനെ വിശ്വസിച്ചിട്ടില്ല, അള്ളാഹ് കൊടുക്കുന്ന കഴിവുകൊണ്ട് തന്നെയാണ് സഹായിക്കുന്നത്, അഥവാ അള്ളാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ ഖുവ്വത്തുള്ള കഴിവുള്ളൂ എന്ന് വിശ്വസിച്ചാൽ പോലും അത് കബീഹായ പ്രവർത്തനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ പോലും ആ പണി ചെയ്യാതിരിക്കലാണ് വേണ്ടത് എന്നല്ലേ കബീഹായ പ്രവർത്തനമാണ് എന്നതിൽ നിന്നും ഷാഫിഈ പണ്ഡിതൻ തന്നെ പറയുന്നത്. അത് നിങ്ങൾക്ക് പറ്റിയ തെറ്റിദ്ധാരണയാണ്. ബിഗിയ ഞാനിന്ന് കിതാബ് എടുത്ത കൂട്ടത്തിൽ അൽമാരിയിൽ നിന്ന് എടുത്തുകൊണ്ട് അവിടെ തന്നെ വെച്ചു. അതൊന്നും ഇപ്പം കുറച്ച് ചോദ്യം ഉണ്ടാവില്ലേക്കാരം എന്ന് കരുതിയിട്ട് നിങ്ങളാ വായിച്ച കിതാബ് അതിലെന്താ വിഷയം? ആ ബിഗിയയിൽ തന്നെ നോക്കിയാൽ, ആ ഖുർദിയിൽ തന്നെ നോക്കിയാൽ കാണാം, ഇസ്തിഗാസയും തവസ്സുലും തശഫുഉം ഒക്കെ പുണ്യകർമ്മമാണ്, അനുവദനീയമാണ്. നമ്മളെ മശായിഖന്മാരും പൂർവീകർ 14 നൂറ്റാണ്ട് കാലമായി നിലനിന്ന് വരുന്ന അംറുൻ മഹബൂബുൻ എന്നാ പറഞ്ഞത്. അംറുൻ മഹബൂബുൻ, അത് പുണ്യകർമ്മമാകുന്നു, ആർക്കും തർക്കമേ ഇല്ല. പിന്നെ എന്താണ് ഇതിൽ പറഞ്ഞത്? ഇപ്പൊ ഇയാൾ ഉദ്ധരിച്ച ഇബാറത്തിൽ പറഞ്ഞത് അത് കാണാം, അമ്മാ ജാലുൽ വസായിത്തീന. ആദ്യം തവസ്സുൽ ഇസ്തിഗാസന്റെ ഹുക്കുമുകളും അത് സുന്നത്താണ്, പുണ്യകർമ്മമാണ് എന്നൊക്കെ വിശദീകരിച്ചതിന് ശേഷം പിന്നെ എഴുതാണ് അമ്മാ ജാലുൽ വസായിത്ത്. എന്നാ പിന്നെ ഒരു ജാലുൽ വസായിത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്, അതോ അതിന്റെ സംഗതി എന്താണ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അമ്മാ ജാലുൽ വസായിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ തിരിഞ്ഞു, അത് ആദ്യം പറഞ്ഞ തവസ്സുലും ഇസ്തിഗാസത്തിനും പറ്റിയല്ല, അത് വേറെന്തോ ഒന്നാണ്. അതെന്താ സംഗതി? ആളുകളിൽ ചില ആളുകൾ ചെയ്യാറുള്ള ഒരു പണിയുണ്ട്. ഏതെന്താ? ഈ ശൈത്താൻ സേവ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. ഇവിടെ കണ്ടോ എനിക്കറിയില്ല, ഇവിടെ ഈ കൂടുതൽ ഉണ്ടാകാൻ തോന്നുന്നത്. പിന്നെ അതായത് ഈ ചേക്കുട്ടി പാപ്പ, അതുകൊണ്ട് അതുപോലെ തന്നെ മറ്റേ ഞങ്ങളെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ പറയും. കണ്ടോ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ബിഗിയാണ് ആദ്യം വായിക്കുന്നത്. ബിഗിന്റെ ആദ്യത്തെ തവസ്സുലും ഇസ്തിഗാസയും അനുവദനീയമാണ് എന്നുള്ള ഇബാറത്ത് ഞാൻ വായിക്കാം. അത്തവസ്സുലു ബിൽ അംബിയാഇ വൽ ഔലിയാഇ ഫി ഹയാതിഹിം വബഅദ വഫാതിഹിം മുബാഹുൻ ശർഅൻ. തവസ്സുൽ എന്നത് അംബിയാക്കൾ ഔലിയാക്കളെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ ഫി ഹയാതിഹിം, അവരുടെ ജീവിതകാലത്ത്, വബഅദ വഫാതിഹിം, വഫാത്തിന് ശേഷവും, അത് ശർഅൻ നിലക്ക് അനുവദനീയമാണ്. മുബാഹുൻ ശിർക്കല്ല, അനുവദനീയം തന്നെയാണ്. കമാ വറദത്ത് ബിഹി സുന്നത്തു സ്വഹിയ, സ്വഹിയായ സുന്നത്തിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതിന് നേരത്തെ പറഞ്ഞ തെളിവ് ഹദീസ് ആദം അലൈഹിസ്സലാം, ആദം നബിയുടെ തവസ്സുല്, അതുപോലെ നേരത്തെ കണ്ണിന് കാണാത്ത കാഴ്ച ഇല്ലാത്ത സ്വഹാബി ഒന്ന് തവസ്സുൽ ചെയ്തത്, ഹദീസ് ശരീ, അങ്ങനെ വല്ലദീ തലഖൈനാഹു അൻ മശായിഖിനാ, നമ്മുടെ ഉസ്താദുമാരും ഷെയ്ഖുമാരിൽ നിന്ന് നമ്മൾ എത്തിച്ച ബസലയും അങ്ങനെ തന്നെയാണ് വിഷയവും. വഹുമൻ മശായിഹിം, അവരവരുടെ ഉസ്താദുമാരിൽ നിന്ന്, വഹലും മജറ, അങ്ങനെ പോകട്ടെ. അന്നദാലിക ജായിസുൻ സാബിതുൻ, അത് അനുവദനീയമാണ്, അത് സ്ഥിരപ്പെട്ടതാണ്. ഫി അഖ്താരിൽ ബിലാദി, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അനുവദനീയമായ കാര്യം തന്നെയാണ്. വഹുമുൻ ആഖിലൂന ലനാ ശരീഅ, അവരാണല്ലോ പൂർവികരായ ഉസ്താദുമാരും മശായിഖുമാരും, അവരാണല്ലോ നമുക്ക് ശരീഅത്ത് എത്തിച്ചു തന്നിട്ടുള്ളവർ, അവരൊക്കെ ഇത് അനുവദനീയമാണെന്ന് പ്രഖ്യാപിച്ച സംഗതിയാകുന്നു എന്ന് പറഞ്ഞിട്ട് അത് കുറേ വിശദീകരിച്ച അതിന് തെളിവുകളും ന്യായങ്ങളും വിഷയങ്ങളും ഒക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, എന്നാൽ പിന്നെ ജാലുൽ വസായിത്തി. കണ്ടോ, ഇതൊക്കെ ഇതിനൊരുപാട് അമ്മത്തവസ്സുല്, കണ്ടോ, അമ്മത്തവസ്സുലു ബിൽ അംബിയാഇ വസ്വാലിഹീന ഫഹുവ അംറുൻ മഹബൂബുൻ, അത് വളരെ പുണ്യകരമായ കാര്യമാണ്. സാബിത്തുൻ ഫിൽ അഹാദീസി സ്വഹീഹ, അത് സ്വഹീഹ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വഖദ് അത്ബഖു അലാ ത്വലബിഹി, അത് ആവശ്യപ്പെടാൻ പറ്റുമെന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട്. ബൽ സബത്ത തവസ്സുലു ബിൽ അഅമാലി സ്വാലിഹ, സ്വാലിഹായ അമലുകൾ കൊണ്ട് തവസ്സുൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വഹിയ അഅറാളുൻ, അത് അഅറാളുകളാണ്. ഫബി സബാത്തി ഔല, അറന്നുകൊണ്ട് തന്നെ പറ്റുമെങ്കിൽ ധാത്തുകൊണ്ട് ഏതായാലും പറ്റും, കാരണം അത് മുസക്കയാണ്, ഇത് മുസക്കിയാണ്. അതൊക്കെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാ അമ്മാ ജാലുൽ വസായിത്ത്, തവസ്സുൽ ഇസ്തിഗാസത്തിന്റെ ഭർത്താവെന്നല്ല, പിന്നെ ജാലുൽ വസായിത്ത് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതെന്താണ്? ബൈനൽ അബ്ദി വ ബൈന റബ്ബിഹി, ഈ ചെയ്യുന്ന പണി. ഫഇൻകാന യദഉഹും കമാ യദഉല്ലാഹു തആല ഫിൽ ഉമൂരി, അത് ഈ ശൈത്താൻ സേവയിൽ
അള്ളാഹുവിനോട് ദ്വാരക്കുന്നത് പോലെ ഈ ശൈത്താന്മാരോട് അല്ലെങ്കിൽ പിശാചുക്കളോട് ഈ മാധ്യമമാക്കി വെച്ചിട്ടുള്ള ഈ ഘടകങ്ങളോട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ഒത്താശ ഒന്നുമില്ലാതെ ഇവർക്ക് തന്നെ, ഈ ശൈത്താന്മാർക്ക് തന്നെ, ഈ പിശാചുക്കൾക്ക് തന്നെ, ഈ സേവക്കാർക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ കഴിയും എന്നും വിശ്വസിക്കുകയാണെങ്കിൽ ഫഹുവ കുഫറുൻ, അപ്പൊ അത് കുഫർ തന്നെയാകുന്നു. മഹാൻ പറയാണ്, അക്ബറാണെങ്കിൽ അത് കുഫറാണ്. വൈങ്കാന മുറാദുഹു, നീ ഓരോ ഉദ്ദേശം, ഇവർക്ക് അങ്ങനെ സ്വന്തമായ കഴിവൊന്നുമില്ല. പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ അള്ളാഹു തന്നെയാണ്. എന്നാലും ഈ ശൈത്താന്മാരെ, ഈ സേവക്കാരായ ആൾക്കാരെ ഇടയാളമാക്കിയ കാര്യമുണ്ട് എന്നാണോ? ഫല്ലാഹിറു അദമു കുഫ്രിഹി, എന്നാൽ അത് കാഫിർ ആണ് എന്നതിനെ പറ്റി പറഞ്ഞൂടാ. വൈങ്കാന ഫിഉലുഹു ഖബീഹൻ, ആ ചെയ്യണ പണി അത്ര ഗുണമുള്ള പണിയല്ല. കാരണം ശൈത്താൻ സേവയുള്ളത്, ചേക്കുട്ടിബാവന്റെ സേവയുള്ളോ, അത് ചെയ്യാൻ പാടില്ല. അതാണ് വിഷയം. തവസ്സുലും ഇസ്തിഗാസും ചെയ്യാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള വർത്താനം ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. അത് നേരത്തെ പണ്ഡിതൻ പറഞ്ഞു, അത് അനുവദനീയമാണ്. അംറുൻ മഹബൂബുൻ, അത് പുണ്യകർമ്മമാകുന്നു, പുണ്യകരമായ പ്രവൃത്തിയാകുന്നു. ഒരു കുഴപ്പമില്ല, നമ്മളെ പൂർവികരായ ആളുകളൊക്കെ ചെയ്തു വന്ന കാര്യവുമാകുന്നു. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം ഏതോ അത് നമ്മുടെ തവസ്സുലും ഇസ്തിഗാസയുമല്ല. തവസ്സുലും ഇസ്തിഗാസയും ഏതോ അത് ജഅലുൽ വസായിത്ത് എന്ന് പറഞ്ഞതിൽ പെട്ടതും അല്ല. ഇതാണ് അതിന്റെ മറുപടി. മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനമെന്നോ ഇസ്ലാഹി പ്രസ്ഥാനമെന്നോ അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനം കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട കാലത്ത് സുന്നികളായ പാരമ്പര്യ മുസ്ലിമീങ്ങളുമായി 10 ചില്ലാനം വിഷയങ്ങളിൽ മാത്രമാണ് തർക്കമുണ്ടായിരുന്നത്. എത്ര വിഷയം? 10 വിഷയം, അല്ലെങ്കിൽ 10, 11, 10 ചില്ലാനം വിഷയം മാത്രമാണ് സുന്നികളും അവരും മുജാഹിദുകളും തമ്മിൽ തർക്കമുണ്ടായിരുന്നത്. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനം പാരമ്പര്യ മുസ്ലിമീങ്ങൾ ആചരിച്ചു വരുന്ന ആശയങ്ങളെയും ആചാരങ്ങളെയും പലതിനെയും വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി കുഴിച്ചു മൂടിക്കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിലെ മുജാഹിദുകളും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും തമ്മിൽ 10 ചില്ലാനം വിഷയങ്ങളിൽ തർക്കമുണ്ടായിരുന്ന മുജാഹിദുകൾ ഇപ്പോൾ 300 ചില്ലാനം വിഷയങ്ങളിൽ പാരമ്പര്യ മുസ്ലിമീങ്ങളുമായി തർക്കിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഓരോ ദിവസവും പൂർവിക മുസ്ലിമീങ്ങൾ പഠിപ്പിച്ച ആശയങ്ങളെ കുഴിച്ചു മൂടുകയും വെട്ടിമാറ്റുകയും ചെയ്യുന്ന ഒരു ദുരന്തമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ എല്ലാവരും വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തെ സമുചിതമായി ആഘോഷിക്കുകയുണ്ടായി. വർത്തമാനകാലത്ത് അല്ലെങ്കിൽ ഈ സന്ദർഭത്തിൽ നമ്മുടെ മുമ്പിലുള്ളത് മൗലിദാഘോഷമാണ്. ബിദഈകളായ ആളുകൾ എല്ലായിടത്തും പോസ്റ്റർ ഒട്ടിക്കുകയാണ്. എന്താ? മൗലിദാഘോഷം അനിസ്ലാമികം, അനാചാരം, അത് ഇസ്ലാമികമല്ല, അത് ചെയ്യുന്നവർ നരകത്തിലേക്ക് പോകും എന്ന് പറഞ്ഞ് പോസ്റ്റർ ഒട്ടിക്കുക. പ്രിയപ്പെട്ടവരെ, അത് അനിസ്ലാമികമാണ് എന്ന പ്രചാരണവുമായി അവർ രംഗത്തിറങ്ങി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം നടത്താൻ പാടില്ലെന്നും അത് അനാചാരമാണെന്നും ഇവർ പ്രഖ്യാപിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള കാരണം എന്ന് നമ്മൾ ചിന്തിക്കണം, പഠിക്കണം. പഠിച്ചപ്പോ നമുക്കൊരു കാര്യം മനസ്സിലാക്കി. അതെന്താണ്? അത് മറ്റൊന്നുമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ തങ്ങളുടെ മീലാദ് ആഘോഷം ആഘോഷിക്കണമെങ്കിലും കൊണ്ടാടണമെങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഖൽബിൽ വേണം. മഹബ്ബത്ത്, അമിതമായ സ്നേഹം വേണം. ആ സ്നേഹം ഇല്ലാത്തവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദാഘോഷം കൊണ്ടാടാൻ സാധ്യമല്ല. റസൂലുള്ളാഹിയോട് മഹബ്ബത്ത് ഉണ്ടാവണമെങ്കിൽ എന്തായിരിക്കണം? ആ റസൂലിനെ കുറിച്ചുള്ള വിശ്വാസം ക്ലിയർ ആയിരിക്കണം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള വിശ്വാസം ക്ലിയർ ആയിരിക്കണം. അപ്പോഴാണ്
ആ ഹബീബിനോടുള്ള മഹബത്ത് നമ്മുടെ ഖൽബിൽ ഉണ്ടാവുകയുള്ളൂ. സഹോദരങ്ങളെ, ആ വിശ്വാസം എങ്ങനെയായിരിക്കണം? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ആമിനു കമാ ആമനന്നാസ്. സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്താണോ വിശ്വസിച്ചതെങ്കിൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. സ്വഹാബികൾ അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് വിശ്വസിച്ചത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെപ്പോലെ സാധാരണ മനുഷ്യനല്ല, ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് സ്വഹാബത്ത് വിശ്വസിച്ചിട്ടുള്ളത്. പരിശുദ്ധ ഹദീസ് വചനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, സ്വഹീഹുൽ ബുഖാരി എടുത്ത് പരിശോധിച്ചാൽ നമുക്കിത് ബോധ്യപ്പെടും. ഞാൻ വിശദമായി അതിലേക്ക് ഇറങ്ങുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കുന്ന സന്ദർഭത്തെ കുറിച്ച് ഇമാം ബുഖാരി രേഖപ്പെടുത്തി വെച്ചത് കാണാം. വഇദാ തവല്ലഅ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കുകയാണെങ്കിൽ, ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തി വെച്ച ഹദീസാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കുകയാണെങ്കിൽ കാദു യഖ്തതിലൂന അലാ വളുഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വുളു എടുത്ത ശറഫാക്കപ്പെട്ട കൈ കഴുകിയ, മുഖം കഴുകിയ, കാല് കഴുകിയ, അവയവങ്ങൾ കഴുകിയ ആ വെള്ളം കിട്ടാൻ വേണ്ടി സ്വഹാബികൾ തിക്കും തിരക്കും കൂട്ടിയിരുന്നു. ഒരു യുദ്ധത്തിന്റെ വക്കോളം എത്തിയിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ 189 ഹദീസായി നമുക്കിത് കാണാൻ കഴിയും. റസൂലുള്ളാഹി തങ്ങൾ വുളു എടുക്കുമ്പോൾ മുഖം കഴുകിയ വെള്ളം കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും കൂടുകയാണ് സ്വഹാബത്ത്. എന്തിനാത്? വെള്ളം വേറെ ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല. വുളു എടുക്കാൻ അറിയാത്തത് കൊണ്ടാണോ? അതുമല്ല. എന്തിനാണ് ഈ തിക്കും തിരക്കും കൂട്ടുന്നത്? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം കഴുകിയ വെള്ളമാണത്. അതിന് പ്രത്യേകതയുണ്ട്. കൈ കഴുകിയ വെള്ളമാണ്, അവയവങ്ങൾ കഴുകിയ വെള്ളമാണ്, അതിന് സവിശേഷതയുണ്ട് എന്നാണ് സ്വഹാബത്ത് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടിയ ആളുകൾ, നമ്മൾ ഉളു എടുക്കുന്നത് പോലെ കൂടുതൽ വെള്ളമൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ റസൂൽ ഉളു എടുക്കുമ്പോൾ കുറഞ്ഞ വെള്ളേ ഉള്ളൂ. ഹദീസിൽ ഇത് കാണാം. ആ വെള്ളം ഉളു എടുത്തു കഴിഞ്ഞാൽ അവർ ആ വെള്ളം കയ്യിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഫമസഹ ബിഹാ വുജൂഹഹും വജുലൂദഹും, അവരുടെ മുഖങ്ങളെയും ചർമ്മങ്ങളെയും ഒക്കെ അവർ തടവുകയാണ് സ്വഹാബത്ത്. അൽഹംദുലില്ലാഹ്, രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുത്ത ആ വെള്ളമാണല്ലോ എനിക്ക് കിട്ടിയത്. അവിടുത്തെ മുഖം കഴുകിയ വെള്ളം, സന്തോഷം. എല്ലാവരും അത് ചർമ്മത്തിൽ പുരട്ടുകയാണ്. പക്ഷേ ആരോഗ്യപരമായി ക്ഷീണിതാവസ്ഥയിലുള്ളവർ ഈ തിക്കിലും തിരക്കിലും പെട്ട് മുന്നിലേക്ക് എത്താൻ കഴിയാതെ പിന്നോട്ട് പോവാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, തിരക്ക് നേരത്ത് നമ്മൾ പുറകോട്ടടിക്കും. അപ്പൊ അവർ ആരോഗ്യപരമായി ക്ഷീണിതരായ ആളുകൾ സങ്കടപ്പെടുകയാണ്. അല്ലാഹ്, റസൂൽ വുളു എടുക്കണ നേരത്ത് ആ വെള്ളം എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെടുകയാണ്. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? സഹോദരന്മാരെ, വേഗം ചെന്ന് ആ കിട്ടിയ ആളുകളുടെ ശരീരത്തിൽ പുരട്ടിയ ആ നനവുണ്ടല്ലോ, ഇവർ ചെന്നിട്ട് അവരെ പോയി തടവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയ ആളുകളെ കിട്ടിയല്ലോ എന്ന സന്തോഷത്തിൽ അവരെ പോയി തടവുന്നു, ആ കൈവെക്കുന്നു, ആ നനവ് തൻ്റെ മുഖത്ത്. നേരിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും കിട്ടിയ ആളിൽ നിന്ന് കിട്ടിയല്ലോ, സന്തോഷിക്കുകയാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾ ഇത് രേഖപ്പെടുത്തി വെക്കുന്നു. എന്താണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അവിടുത്തെ സ്വഹാബത്തിന്റെ വിശ്വാസം അങ്ങനെയാണ്. ആ റസൂലുള്ളാഹിയെ കുറിച്ച് സ്വഹാബികൾ വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് സാധാരണ മനുഷ്യനല്ല, അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാകുന്നു എന്നാണ്. ഇതാണ് മുസ്ലിമീങ്ങളെ വിശ്വാസം, ഇതാണ് സ്വഹാബത്തിന്റെ വിശ്വാസം. ആമിനു കമാ ആമനന്നാസ്, സ്വഹാബികൾ വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം. മുസ്ലിമീങ്ങളായ നമ്മളെല്ലാവരും ആ വിശ്വാസക്കാരാണ്. എന്നാൽ ആ വിശ്വാസം മനസ്സിൽ വെച്ച് പുലർത്തിയ മുസ്ലിമീങ്ങളായ നമുക്ക് ആ ഹബീബ് അസാധാരണ വ്യക്തിത്വത്തിന്റെ
വ്യക്തിത്വമായ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം വരുമ്പോൾ അവിടുത്തെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട്, നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വിശ്വാസികളുടെ മനതാരിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന് ആ സന്തോഷം ഇങ്ങോട്ട് പ്രകടമായി പുറത്തേക്ക് ഒഴുകുകയാണ്. സ്വഹാബികളുടെ വിശ്വാസം ഇതാണെങ്കിൽ ഇതിൽ നിന്ന് വിഘടിച്ച വിശ്വാസമാണ് ബിദഈകൾക്കുള്ളത്.